പറഞ്ഞ ആരും അല്ല ഇല്ല. ഞാൻ പറയാം ഇവ ഞാൻ പറഞ്ഞു ഞാൻ തൊപ്പി പറഞ്ഞ ഒരു കാശിന് വേണ്ടിയിട്ട് ഇവർ ആരും ചാടാൻ അല്ല പോണില്ല. അത് സ്ഥിരം ഞാനൊരു പോയിന്റ് പറഞ്ഞു. ഞാൻ തൊപ്പിയുടെ സ്ട്രീമിംഗിൽ ഇത് പറയണമെന്ന് ആഗ്രഹിച്ച സാധനമാണ്. അതായത് തൊപ്പി ഭയങ്കരമായിട്ട് പറഞ്ഞായിരുന്നു ഇത് പി ആറിനെതിരെയാണ് നമ്മൾ ഈ വോട്ട് ചെയ്യുന്നത്, പി ആർ ഭയങ്കര ഡേർട്ടിയാണ്, ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞു. ഇതേ തൊപ്പി തന്നെ ബിഗ് ബോസിൽ പോവാൻ ചാൻസ് ഉള്ള സമയത്ത്, അതായത് ബിഗ് ബോസിൽ കയറുന്നു എന്ന് പറഞ്ഞിട്ട് എന്നോട് പി ആർ ചെയ്യാൻ പറഞ്ഞ ആളാണ്. ആ എടാ കാട്ട് കള്ള തൊപ്പി. മനസ്സിലായോ? അപ്പൊ അത് തൊപ്പി എന്നോട് പേഴ്സണലി പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഞാൻ തൊപ്പിയുടെ സ്ട്രീമിംഗ് എനിക്ക് ആ സമയത്ത് പറയാൻ പറ്റിയില്ല. കാരണം ഇവനാണെങ്കിൽ നമ്മളെ കൊണ്ട് സംസാരിക്കാൻ സമ്മതിക്കണല്ലോ. അപ്പൊ ഇവൻ പി ആറിനെതിരെ പി ആർ എന്നൊക്കെ പറയുമ്പോഴും ഇവൻ ബിഗ് ബോസിൽ പോവാണെങ്കിൽ ഇവൻ ആദ്യം വിളിക്കുന്നത് തന്നെ ആയിരിക്കും. അതെപ്പോഴാ പറഞ്ഞത്? ജിൻഡോനെ കൊണ്ടുപോയപ്പോ? ജിൻഡോനെ കൊണ്ടതിന് ശേഷം അതിനുശേഷം നമ്മൾ ഒരുപാട് പുറത്ത് കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യമാണത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരാള് എനിക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് എനിക്ക് തോന്നി. അങ്ങനെ അവനിപ്പോ ഒരാളെ ഇഷ്ടം തോന്നിയുണ്ട് അവൻ വോട്ട് ചെയ്യാൻ പറഞ്ഞത്, ഓക്കെ, ഞാൻ ഒരു പരിധിവരെ അംഗീകരിക്കുന്നു. പക്ഷെ പി ആറിനെതിരെയാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് എനിക്കൊരു സ്ക്രിപ്റ്റഡ് സാധനമായിട്ട് തോന്നി. അതൊരു കാര്യം ചെയ്യും, വിനു ഓന്റെ ലൈവിൽ തന്നെ കയറിയിട്ട് ഫോൺ വിളിച്ച് കാര്യം പറ.